ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവത്തിൽ ഗോഹരണം ചെയ്ത കൗരവന്മാരെ നേരിടാൻ വേണ്ടി അർജുനൻ ഉത്തരനെ സാരഥിയാക്കിയിട്ട് വരുന്നു. അതിഘോരമായ യുദ്ധം അവിടെ നടക്കുന്നു. ആ യുദ്ധത്തെയാണ് നമ്മൾ വർണ്ണിച്ചു വന്നത്. ആ യുദ്ധത്തിൽ ഭീഷ്മർ, ദ്രോണർ, കൃപർ, അശ്വത്ഥാമാവ്, ദുര്യോധനൻ, കർണൻ മുതലായിട്ടുള്ള മഹാരഥന്മാർ പലപ്പോഴായി ഒരുമിച്ചും പിന്നീട് ഒറ്റക്കൊറ്റയ്ക്കും ഒക്കെയായിട്ട് അർജുനനോട് യുദ്ധം ചെയ്ത് ഓരോരുത്തരെയായിട്ട് അർജുനൻ തോൽപ്പിക്കുകയാണ്. ദുര്യോധനനെ ആദ്യമേ തോൽപ്പിച്ച് ഗോക്കളെ അദ്ദേഹം ജയിച്ചു, പശുക്കളെ അദ്ദേഹം നേടുകയും ആ പശുക്കൾ സ്വമേധയാ വിരാട് രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് മറ്റ് എല്ലാ മഹാരഥന്മാരും ചേർന്ന് അർജുനനെ ആക്രമിക്കുന്നത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കർണനെ അനായാസമായിട്ട് അർജുനൻ ജയിക്കുകയും അർജുനൻ്റെ ബാണങ്ങളേറ്റ കർണൻ തേരിൽ പലായനം ചെയ്ത് എവിടെയോ ചെന്ന് വിളിക്കുകയും ചെയ്തു. പിന്നീട് കൃപാചാര്യരുമായിട്ട് യുദ്ധം ചെയ്തു. കൃപാചാര്യരുമായിട്ട് യുദ്ധസമയത്ത് ദിവ്യാസ്ത്ര പ്രയോഗങ്ങളുണ്ടായി. അത് കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് ഇന്ദ്രാദി ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാരൊക്കെ വന്നു നിന്നു. അതുപോലെ മൺമറഞ്ഞു പോയ യയാതി, നഹുഷൻ, നളൻ, അതുപോലെ നിരവധി മറ്റ് മനു മുതലായിട്ടുള്ള പൂർവികന്മാരായിട്ട് രാജാക്കന്മാരൊക്കെ തന്നെ ആകാശത്ത് വന്ന് നിരന്നു നിന്നു എന്നൊക്കെ പറഞ്ഞു. അത്ര അത്ഭുതകരമായ യുദ്ധമായിരുന്നു എന്നർത്ഥം. കൃപാചാര്യർ അർജുനൻ്റെ അമ്പുകളേറ്റ് വശം കെട്ട് തേരും വില്ലുമൊക്കെ തകർന്ന് ഗദയും നഷ്ടപ്പെട്ട് ഒടുവിൽ അദ്ദേഹം പിന്തിരിഞ്ഞു പോയി. കൗരവ സൈന്യം കൃപരെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരികയും ചെയ്തു. അവരൊക്കെ ചേർന്ന് അർജുനനെ നേരിട്ടപ്പോൾ നമ്മുടെ ഉത്തരൻ അതിസമർത്ഥമായ തേരോട്ടമാണ് നടത്തിയത്. മണ്ഡലം, യമകം മുതലായിട്ടുള്ള രഥവിദ്യകൾ അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ട് അർജുനനെ സമർത്ഥമായി അദ്ദേഹം രക്ഷിച്ചു. ആ സമയത്താണ് ദ്രോണർ അർജുനൻ്റെ നേരെ വരുന്നത്. അർജുനൻ്റെ നേരെ ദ്രോണർ വന്ന സമയത്ത് അർജുനനും ഉത്തരനോട് പറഞ്ഞു, നമുക്ക് ആ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് പോകാം. ബുദ്ധി കൊണ്ട് ശുക്രന് സമാനനും നയം കൊണ്ട് ബൃഹസ്പതിക്ക് തുല്യനും, അതുപോലെ ക്ഷമ, ദമം, സത്യം, ആനുശംസ്യം, അതായത് ദയ, ഭൂതദയ, ആർജവം എന്നീ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ ആചാര്യനോട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അർജുനൻ ഉറക്കെ ശംഖനാദം ചെയ്തു. അർജുനൻ്റെ വെള്ളക്കുതിരകൾ കിട്ടിയ രഥവും ദ്രോണാചാര്യരുടെ ചുവന്ന കുതിരകളെ കിട്ടിയ രഥവും തമ്മിൽ പരസ്പരം ചേർന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുതിരകൾ പരസ്പരം ഒന്ന് മുട്ടി ഉരുമ്മി നടന്നു. അർജുനൻ്റെയും ആചാര്യൻ്റെയും രഥങ്ങൾ പരസ്പരം മുട്ടി ഉരസി ആചാര്യനും ശിഷ്യനും തമ്മിൽ ആശ്ലേഷിക്കുന്നത് പോലെ, ആലിംഗനം ചെയ്യുന്നത് പോലെ കാണുന്നവർക്ക് തോന്നി. അതങ്ങനെ തന്നെ ആയിരുന്നു. അവർ തമ്മിലുള്ള മനസ്സിൻ്റെ സ്നേഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അർജുനൻ ചിരിച്ചുകൊണ്ട് ദ്രോണാചാര്യരെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, ഉവാച ശ്ലക്ഷ്ണയാ വാച കൗന്ദേയ പരവീരഹ. അർത്ഥപൂർണമായ വാക്കുകളെ പറഞ്ഞു. അല്ലയോ സമരദുർജയ, അർജുനൻ വിളിച്ചു. യുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ പറ്റാത്തവനായ അല്ലയോ ആചാര്യ, കാട്ടിൽ കഴിഞ്ഞ് 13 വർഷത്തെ വനവാസം കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. എന്നോട് അങ്ങ് കോപിക്കരുത്. അങ്ങ് ആദ്യം എന്നെ ആക്രമിച്ചാൽ മാത്രമേ ഞാൻ പ്രത്യാക്രമണം ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ തീരുമാനം എന്നും പറഞ്ഞു. ദ്രോണാചാര്യ സ്നേഹമൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. ഗൗരവമായിട്ട് തന്നെ, ക്രുദ്ധനായിട്ട് തന്നെ നിന്നു. 20 ശരങ്ങൾ അർജുനൻ്റെ നേരെ എയ്തു. അർജുനൻ ആ 20 ശരങ്ങളെയും തൻ്റെ ബാണങ്ങളെ കൊണ്ട് ഛേദിച്ചു. അങ്ങനെ ഈ ദ്രോണരും ശിഷ്യനും തമ്മിലുള്ള യുദ്ധം കണ്ടിട്ട് സൈനികരും ഒക്കെ തന്നെ പറഞ്ഞു, ദ്രോണരോട് ഏറ്റുമുട്ടാൻ അർജുനനല്ലാതെ മറ്റാരാണുള്ളത്, അതും സ്വന്തം ഗുരുവിനോട്. ക്ഷാത്രധർമ്മം മഹാരൗദ്രം തന്നെയാണ്, അതിക്രൂരമാണ്. കാരണം ശിഷ്യനും ഗുരുവും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ കാര്യമാണ് എന്ന് ആ സൈനികരൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അസ്ത്രങ്ങളെ കൊണ്ട് മൂടി ദ്രോണരെ ആർക്കും കാണാൻ സാധിച്ചില്ല. അർജുനൻ 10 ദിക്കിലേക്കും ശരങ്ങൾ ചെയ്തുകൊണ്ട് ദ്രോണരുടെ രഥമൊക്കെ തന്നെ മറഞ്ഞുപോയി എന്നാണ്. ദ്രോണർ അതിനെ നേരിടാൻ വേണ്ടി അഗ്നിചക്ര സമാനമായ ശരങ്ങളെ കൊണ്ട് അവയെ ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അവർ പരസ്പരം ഐന്ദ്രം, വായുവ്യം, ആഗ്നേയം മുതലായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം ചെയ്തു. അർജുന ശരമേറ്റ് ആനകളും കുതിരകളും സൈന്യങ്ങളൊക്കെ തന്നെ മരിച്ചു വീഴാൻ തുടങ്ങി. അവർ ചിതറി ഓടി. അർജുനനും ദ്രോണരും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് വ്യാസൻ പറയുന്നത് വൃത്രവാസവയോരിവ എന്നും ബലിവാസവയോരിവ. വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ നടന്ന യുദ്ധമെന്ന് ഒരിടത്ത് പറയുന്നു, മറ്റൊരിടത്ത് മഹാബലിയും ഇന്ദ്രനും തമ്മിലുള്ള യുദ്ധം പോലെ എന്ന് പറയുന്നു. അത്ര ഘോരമായിരുന്നു ആ യുദ്ധം. ദ്രോണർക്ക് ആകാശത്തു നിന്ന് ദേവന്മാരുടെ പ്രശംസയും ഉണ്ടായി. കാരണം
ദേവന്മാരെയും അസുരന്മാരെയും പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച അർജുനൻ എന്ന ലോകൈക വീരനോട് ഈ ദ്രോണാചാര്യൻ യുദ്ധം ചെയ്ത് കൃത്യമായി പ്രതിരോധിക്കുന്നു എന്നുള്ളത് അത്ഭുതം തന്നെ എന്ന് അവർ പറഞ്ഞു. 1,00,000 ശരങ്ങളെ കൊണ്ട് അർജുനൻ ദ്രോണരുടെ രഥം അസ്ത്രങ്ങളെ കൊണ്ട് മൂടി. ഇന്ദ്രൻ അർജുനന്റെ ആ അസ്ത്ര സാമർഥ്യത്തെ പ്രശംസിച്ചു. ഈ ദ്രോണാചാര്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മകനായ അശ്വത്ഥമാവ് ഓടി വന്നു. അപ്പോൾ അർജുനൻ അശ്വത്ഥമാവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ദ്രോണർക്ക് രക്ഷപ്പെടാനുള്ള പഴുത് സ്വയം ഉണ്ടാക്കി കൊടുത്തു. ശത്രുപക്ഷത്താണെങ്കിലും തൻ്റെ ആചാര്യന് അപകടമുണ്ടാകരുതെന്ന് കരുതി ദ്രോണർക്ക് രക്ഷപ്പെട്ട് ഓടാനുള്ള അവസരമൊരുക്കി കൊടുത്തു എന്നാണ്. അന്തരം പ്രതതവു പാർത്ഥോ ദ്രോണസ്യ വ്യപസർപ്പിതും. അപസർപ്പണം ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ നിന്ന് തെന്നി ഒഴിഞ്ഞു മാറി പോവുക എന്നർത്ഥം. അങ്ങനെ ഒഴിഞ്ഞു മാറി യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ദ്രോണർക്ക് അർജുനൻ തന്നെ അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു. അതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് മാച്ച് പോലെ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും യുദ്ധം അതിഗംഭീരമായിരുന്നു. അശ്വത്ഥമാവ് ഇന്ദ്രനും വൃത്രനും എന്ന പോലെ അർജുനനോട് നേരിട്ടു. ഹയാനസ്യ അർജുന സർവാൻ കൃതവാൻ അല്പജീവിതാൻ. വളരെ പെട്ടെന്ന് തന്നെ അർജുനൻ ഈ അശ്വത്ഥമാവിൻ്റെ കുതിരകളെ അല്പജീവിതങ്ങൾ ക്ഷീണിച്ച കുതിരകളാക്കി മാറ്റി. അവയെ ക്ഷീണിപ്പിച്ചു, തളർത്തിക്കളഞ്ഞു. അശ്വത്ഥമാവ് വിട്ടില്ല. അദ്ദേഹം അർജുനന്റെ വിവരം സൂക്ഷ്മമാലോക്യ എന്ന് പറയുന്നു. അർജുനന്റെ ദൗർബല്യം എന്താണ്, അർജുനന് ഛിദ്രം വരുന്നത് എവിടെയാണ്, അർജുനന് എവിടെയാണ് തെറ്റുപറ്റുന്നത് നോക്കി നിന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അർജുനന്റെ ഗാണ്ഡീവത്തിന്റെ ഞാണ് മുറിച്ചു കളയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് ദ്രോണരും ഭീഷ്മരും കൃപരും ഒക്കെ തന്നെ സാധു സാധു, നന്നായി നന്നായി എന്ന് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം അർജുനന്റെ ഹൃദയത്തിൽ കങ്കപത്രികളെ കൊണ്ടുള്ള കങ്കപത്രി എന്ന് പറയുന്ന ശരം ചെയ്തു. അത് ഹൃദയത്തിൽ തറച്ച സമയത്ത് അർജുനന് ഒട്ടും ക്ഷോഭമുണ്ടായാലും അദ്ദേഹം പുതിയ ഞാണ് വളരെ പെട്ടെന്ന് തന്നെ ഗണ്ഡീവത്തിൽ വലിച്ചു കെട്ടി അർദ്ധചന്ദ്രാകൃതിയുള്ള അസ്ത്രങ്ങളെ കൊണ്ട് അശ്വത്ഥമാവിനെ മൂടി. അദ്ദേഹത്തിന്റെ അക്ഷയ്യ തൂണീരം, അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ അമ്പുകൾ ഒടുങ്ങുകയില്ല. പക്ഷെ അശ്വത്ഥമാവിന്റെ ആവനാഴിയിൽ അമ്പുകൾ തീരാൻ തുടങ്ങി. അദ്ദേഹം പരാജയപ്പെടുമെന്ന് തോന്നിയ സമയത്ത് കർണൻ വില്ലുമായി വന്ന് വില്ലിൽ ടങ്കാരം ഉണ്ടാക്കി, വില്ലിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഘോരമായ ശബ്ദമുണ്ടായി. അപ്പോൾ ആ രാധാപുത്രനായ കർണനെ കണ്ട് അർജുനന് ക്രോധമുണ്ടാവുകയും അശ്വത്ഥമാവിനെ വിട്ട് അദ്ദേഹം കർണനെ ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അർജുനൻ കർണനോട് പറഞ്ഞു, കർണ, നീ അന്ന് സഭയിൽ വളരെയധികം ആത്മപ്രശംസ വീരവാദങ്ങൾ മുഴക്കിയല്ലോ. നിനക്ക് യുദ്ധത്തിൽ സമാനനായിട്ട് ആരുമില്ല എന്നൊക്കെ നീ അന്ന് പറഞ്ഞു. അങ്ങനെ നീ മറ്റു സൈനികരെയൊക്കെ തന്നെ അപമാനിക്കുന്ന സ്വഭാവം നിനക്കുണ്ട്. സഭയിൽ വെച്ച് വെറുതെ വീണ് വാക്ക് പറയുക, അവരെ അവഹേളിക്കുക. ഇനി മുതൽ ആരെയും ഒരു സൈനികനെയും നീ അപമാനിക്കുകയില്ല. ആ രീതിയിൽ നിന്നെ ഞാൻ തോൽപ്പിക്കാൻ പോവുകയാണ്. സഭയിൽ വെച്ച് നീ ദ്രൗപദിയെ അപമാനിച്ചതിൻ്റെ ഫലവും ഇന്ന് നിനക്ക് കിട്ടാൻ പോവുകയാണ്. അന്ന് ഞാൻ ധർമ്മപാശം കൊണ്ട് ബന്ധനസ്ഥനായിരുന്നു. ഇന്ന് യുദ്ധവിജയം കൊണ്ട് അതിന് ഞാൻ പ്രതികാരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കർണൻ പറഞ്ഞു, നീ വെറും വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, പ്രവൃത്തി കൊണ്ട് യുദ്ധം ചെയ്യൂ. ഇന്ന് ഇന്ദ്രൻ തന്നെ എതിരിട്ട് വന്നാലും എനിക്ക് ഭയമില്ല. എൻ്റെ ബലം എന്താണെന്ന് നീ ഇന്ന് കാണും എന്ന് കർണൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, കുറച്ചു മുമ്പ് എൻ്റെ അമ്പുകളേറ്റ് ജീവനം കൊണ്ട് ഓടിപ്പോയത് നീ തന്നെ അല്ലേ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നേരത്തെ കാണിച്ച എന്തൊരു പരിഭ്രമമാണ് നീ അന്നേരം കാണിച്ചത്. ഇപ്പോൾ നീ എല്ലാം മറന്നുപോയോ ഇത്ര ക്ഷണം? എന്ന് മാത്രമല്ല, നിന്റെ അനുജനെ ഞാൻ കൊല്ലുകയുണ്ടായി. നിന്റെ അനുജനെ കൊന്നിട്ട് ആ അനുജനെ കൊന്നതിന് പ്രതികാരം ചെയ്യാതെ ഓടിപ്പോകുന്ന ഒരു വീരപുരുഷൻ എവിടെയെങ്കിലും ഉണ്ടാകും? അനുജനെ കൊല്ലാൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണൻ രക്ഷിക്കുന്ന ഒരു ഭീരുവല്ലേ നീ എന്ന് പറഞ്ഞ അർജുനൻ അതിന് മറുപടി പറഞ്ഞു, പരസ്പരം ശരവർഷം ചെയ്തു. കർണന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. കർണൻ ഒരു ശക്തി പുറത്തെടുത്തു. അർജുനൻ അതും മുറിച്ചു കളഞ്ഞു. കർണന്റെ കുതിരകളെ വധിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാറിൽ തീക്ഷ്ണമായ ജ്വലിക്കുന്ന ബാണം ഏത് കർണന്റെ കവചം പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് ചിതറി. ആ അമ്പ് അദ്ദേഹത്തിന്റെ മാറിൽ ഹൃദയത്തിൽ ചെന്ന് തറക്കുകയും ചെയ്തു. കർണൻ ബോധം കെട്ടുപോകുമോ, ബോധക്ഷയം വരുമോ എന്ന് പോലും വേവലാതിപ്പെട്ടുകൊണ്ട് യുദ്ധം വിട്ടുകൊണ്ട് അദ്ദേഹം വടക്കോട്ട് പലായനം ചെയ്തു. വടക്ക് ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ഹസ്തനാപുരിയുടെ ഭാഗത്തേക്ക് അദ്ദേഹം ജീവനം കൊണ്ടുകൂടുകയായിരുന്നു. സ ഗാഠവേദനോ ഹിത്വാരണം പ്രായാദുദങ്മുഖ. ഉദങ്മുഖ എന്ന് വെച്ചാൽ വടക്കോട്ട് മുഖമാക്കിയിട്ട് അദ്ദേഹം ഓടി. തതോർത്തിന് ഉദക്രോശ ഉത്തരശ്ച മഹാരഥ. അർജുനനും ഉത്തരനും അത് കണ്ട് ഉറക്കെ ഗർജിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അർജുനൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, താലവൃക്ഷ ചിഹ്നമുള്ള രഥത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ രഥം കൊണ്ടുപോകൂ. സാക്ഷാൽ ഭീഷ്മർ, എൻ്റെ പിതാമഹൻ എന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉത്തരൻ പറഞ്ഞു, എനിക്ക് ഭയമാകുന്നു അർജുന. എനിക്ക് ഈ കുതിരകളെ കാണാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. രക്തം, മാംസം, മേധസ് മുതലായവയുടെ ഗന്ധം
സഹിക്കാൻ അസഹ്യമായ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് വന്നിട്ട് എനിക്ക് തലചുറ്റുന്നത് പോലെ എനിക്ക് നിൽപ്പുറക്കുന്നില്ല. ശംഖനാദം കൊണ്ടും ഗദാപാദം കൊണ്ടും സിംഹനാദം കൊണ്ടും നിന്റെ ഗാണ്ഡീവത്തിൻ്റെ ശബ്ദം കൊണ്ടും എനിക്ക് ശ്രുതിയും സ്മൃതിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കേൾവി ശക്തി നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നീ രുദ്രനെ പോലെ ഇപ്പോൾ ഉഗ്രനായി മാറിയിരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് ഭയം തോന്നുന്നു. നീ ഉത്തമ ബാണങ്ങൾ എടുക്കുന്നതും തുടക്കുന്നതും എയ്യുന്നതും ഒന്ന് തന്നെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് അത്രയധികം വേഗത്തിലാണ് നീ അമ്പുകൾ ചെയ്യുന്നത്. കടിഞ്ഞാൻ പിടിക്കാൻ എനിക്കിപ്പോൾ ശക്തിയില്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, ഉത്തര, നിനക്ക് ശക്തി ഉണ്ട്. നീ ക്ഷത്രിയകുമാരനാണ്. ഇത്രയും നേരം നീ നല്ല സമർത്ഥനായിട്ട് തന്നെയാണ് തേര് തെളിച്ചത്. നിന്റെ കഴിവ് നീ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും നീ തേര് തെളിക്കേണ്ടി വരും. ഞാൻ ദിവ്യാസ്ത്രം കൊണ്ട് കാണിക്കുന്ന അത്ഭുതങ്ങൾ നിനക്ക് കാണാം. കൗരവർക്ക് ഞാൻ ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണോ യുദ്ധം ചെയ്യുന്നത് എന്ന് പോലും പിടികിട്ടാത്ത വിധത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നത് നിനക്ക് കാണാം. ഈ യുദ്ധത്തിൽ ഒരു നദി, യുദ്ധനദി ഒഴുകുന്നതായിട്ട് നിനക്ക് കാണാം. രക്തമാകുന്ന ജലവും രഥങ്ങളാകുന്ന ചുഴികളും ആനകളാകുന്ന മുതലകളും വിഹരിക്കുന്നതായ പരലോകവാഹിനിയായ, പരലോകത്തിലേക്ക് ഒഴുകി പോകുന്നതായ യുദ്ധനദി ഞാൻ ഇന്ന് നിനക്ക് കാണിച്ചു തരാം ഉത്തരാം. നീ രഥത്തിൽ ഉറച്ചിരിക്കൂ. ഞാൻ പണ്ട് ഇന്ദ്രന് വേണ്ടി പൗലോമന്മാരെ ജയിച്ചു. കാലഖഞ്ചന്മാരെന്ന് പറയുന്ന അസുരന്മാർ ജയിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന അസുരന്മാരെയാണ് ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചത്. വില്ലിൽ മുറുകെ മുഷ്ടി ചുരുട്ടി മുഷ്ടി മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ദ്രനിൽ നിന്നാണ് പരിശീലനം ഞാൻ നേടിയെടുത്തത്. അതുപോലെ എൻ്റെ ഈ കരവേഗം, കൈവേഗം എന്ന് പറയുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത്. പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് തുമുല യുദ്ധം, സങ്കീർണമായിട്ട് ചെയ്യുന്ന യുദ്ധങ്ങൾ ഞാൻ പ്രജാപതിയിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ അത്ര ചില്ലറക്കാരനല്ല. താൻ നരനാരായണന്മാരുടെ അവതാരം തന്നെയാണ് എന്നുകൂടി അർജുനൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ സമുദ്രം കടന്ന് ഹിരണ്യപുരവാസികളായ ഉഗ്രധന്യുകളായ രഥികളായ 60,000 അസുരന്മാരെ ഒറ്റയ്ക്ക് വധിച്ചിട്ടുണ്ട്. കുതിച്ചു പായുന്ന ജലപ്രവാഹം എങ്ങനെയാണോ നദിയുടെ തീരങ്ങളെ ഒക്കെ തന്നെ എടുത്തുകൊണ്ട് പോകും നശിപ്പിക്കുന്നത്, അതുപോലെ ഈ ദുര്യോധന സൈന്യത്തെ ഇപ്പോൾ തന്നെ ഞാൻ നശിപ്പിക്കും. ധ്വജമാകുന്ന വൃക്ഷം, ഒരു കാട്, യുദ്ധമാകുന്ന ഈ കാട് ഞാൻ ദഹിപ്പിക്കും. എങ്ങനെയാണ് ആ കാട് ഇരിക്കുന്നത്? ധ്വജങ്ങളാകുന്ന വൃക്ഷം, പത്തികൾ അതായത് സൈന്യങ്ങളാകുന്ന തൃണം, രഥങ്ങളാകുന്ന സിംഹങ്ങള്, അങ്ങനെയുള്ള ഈ ദുര്യോധന സൈന്യമാകുന്ന കൗരവ സൈന്യമാകുന്ന വനത്തെ ഞാനിതാ കാട്ടുതീ പോലെ ദഹിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ദിവ്യായുധങ്ങളുണ്ട്. രുദ്രനിൽ നിന്നും നേരിട്ട് രൗദ്രാസ്ത്രം ഞാൻ നേടി, വരുണനിൽ നിന്ന് വാരുണാസ്ത്രം, അഗ്നിയിൽ നിന്ന് ആഗ്നേയാസ്ത്രം, മാതരിശ്വാന ഭഗവാനിൽ നിന്ന് വായവ്യാസ്ത്രം, ശക്രനിൽ നിന്ന് വജ്രം മുതലായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. അത് ഞാൻ അവരിൽ നിന്ന് നേരിട്ട് ഞാൻ നേടുകയാണ്. എൻ്റെ അസ്ത്രത്തിൽ അവർ തന്നെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ മന്ത്രം കൊണ്ട് ആഹ്വാനം ചെയ്തിട്ട് അതിൽ ശക്തി വരുത്തുകയല്ല ചെയ്യുന്നത്. ആ അസ്ത്രങ്ങൾ ദേവന്മാർ തന്നെയാണ്. ഇത്ര ദിവ്യാസ്ത്രങ്ങൾ മറ്റാർക്കുമില്ല. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കപ്പെട്ട ഉത്തരൻ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഭീഷ്മർ നേതൃത്വം കൊടുക്കുന്ന ആ കൗരവ പടയ്ക്കകത്തേക്ക് തൻ്റെ തേര് ധൈര്യപൂർവ്വം ഓടിച്ച് കയറ്റി തങ്ങൾ ജയിക്കാൻ വരുന്ന പ്രാർത്ഥനയെ തടയാൻ വേണ്ടി ക്രൂരകർമാവായ ഭീഷ്മർ അമ്പും വില്ലും എടുത്ത് നേരിട്ടു എന്നാണ്. ക്രൂരകർമാപകാസുത, ക്രൂരകർമാവായിരിക്കുന്ന നദീപുത്രൻ അദ്ദേഹം യുദ്ധത്തിൽ ഒന്നും നോക്കാറില്ല, ധർമ്മമൊന്നും നോക്കാറില്ല. ശത്രുക്കളെ എങ്ങനെയും കൊന്നു കളയുക എന്നതാണ് ഭീഷ്മരുടെ നയം എന്ന് കാണിക്കുന്നു. ഭീഷ്മരുടെ പക്ഷേ യുദ്ധം ചെയ്യാനൊന്നും വിട്ടില്ല അർജുനൻ. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കൊടിമരത്തെ അടിക്ക് വെച്ച് തന്നെ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തി അത് ഭൂമിയിലേക്ക് പതിച്ചു. അത് താഴെ വീണു. ഭീഷ്മരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃതവിദ്യർ, വിദ്യ നേടിയ ധർമ്മവേദ വിദ്യ നേടിയവരും ചിത്രമാല്യങ്ങൾ അണിഞ്ഞവരുമായ 4 പേര് അർജുനനെ ചുറ്റും നിന്ന് വളഞ്ഞു. ദുശാസനൻ, ദുസ്സഹൻ, വികർണൻ, വിവിംശതി എന്നീ ധൃതരാഷ്ട്രപുത്രന്മാരാണ് അദ്ദേഹത്തെ വളഞ്ഞത്. ഭല്ലം എന്ന ശരം കൊണ്ട് ദുശാസനൻ ഉത്തരനെ മുറിവേൽപ്പിച്ചു. മറ്റൊന്ന് അർജുനന്റെ സ്തനാന്തരത്തിൽ നെഞ്ചിന്റെ നടുവിൽ തന്നെ അദ്ദേഹം എയ്തു കൊള്ളിച്ചു. അർജുനൻ തിരിച്ച് ഗർദ്ധ്രപത്രം, അതായത് ഗൃധ്രം എന്ന് വെച്ചാൽ കഴുകന്റെ തൂവൽ ഘടിപ്പിച്ചതായ ശരം കൊണ്ട് ആ ദുശാസനന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. 5 ശരങ്ങൾ ദുശാസനന്റെ മാറിലെയ്തു. അവൻ ജീവനം കൊണ്ട് ഓടുകയും ചെയ്തു. അനുജനായ വികർണൻ കൂർത്ത ഗൃധ്രപത്രങ്ങളെ കൊണ്ട് അർജുനനെ മുറിവേൽപ്പിച്ചപ്പോൾ അവന് നെറ്റിയിലാണ് ശിക്ഷ കൊടുത്തത്. നെറ്റിയിൽ കൂർത്ത അമ്പ ചെയ്തുകൊണ്ട് ആ വികർണൻ അവിടെ മലർന്നടിച്ച് വീണു. പിന്നീട് ദുസ്സഹനും വിവിംശതിയും ചേർന്ന് നിന്നുകൊണ്ട് അർജുനനെ നേരിട്ടു. അവരുടെ കുതിരകളെ വധിച്ചു. അവരും പിന്തിരിഞ്ഞു ഓടി. പിന്നെ എല്ലാ മഹാരഥന്മാരും ഒരുമിച്ച് ചേർന്ന് അർജുനനെ ആക്രമിക്കുകയാണ്. അർജുനൻ ഒരു രൗദ്രഭാവം പൂണ്ടുകൊണ്ട് അക്രമത്തെ നേരിട്ടു. 13 വർഷത്തെ തൻ്റെ ക്രോധവും അവരിൽ കാണിച്ചു. ദുര്യോധനൻ, കർണൻ, ദ്രോണർ, അശ്വത്ഥമാവ്, കൃപർ 5 പേരും ചേർന്ന് ധനഞ്ജയ ജിഘാംസവ, ധനഞ്ജയനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ അവർ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ഒരുമിച്ച് ചേർന്ന് അർജുനനെ നേരിട്ടു. മഹാസ്ത്രങ്ങളെ കൊണ്ട് നേരിട്ടപ്പോൾ അർജുനൻ
ആ ദിവ്യാസ്ത്രങ്ങളെ നേരിട്ടു. അർജുനന്റെ ശരീരത്തിലെ എല്ലായിടത്തും അമ്പ് കൊണ്ടു എന്നാണ്. 2 അങ്കുലം സ്ഥലം പോലും അർജുനന്റെ ശരീരത്തിൽ അവശേഷിച്ചില്ല. അത്രക്കങ്ങ് അർജുനന്റെ ശരീരം മുറിവേറ്റു. മുറിവേറ്റ സമയത്ത് അർജുനൻ ദുഃഖിക്കുകയല്ല, ഓടുകയല്ല ചെയ്തത്, അദ്ദേഹം ഉറക്കെ ചിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോഴാണ് യഥാർത്ഥ യുദ്ധം ഞാൻ കണ്ടത്. ഈ 5 പേര് ഒരുമിച്ച് ചെയ്തപ്പോഴാണ് തനിക്ക് സമന്മാരായ യോദ്ധാക്കളെ കിട്ടിയത് എന്നുള്ള ഭാവത്തിൽ അർജുനൻ ഉറക്കെ ചിരിക്കുകയും ദിവ്യമായ ഐന്ദ്രം, ആദിത്യ സംഘാശം, ആദിത്യ സമാനമായ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവരെ നേരിട്ടു. അപ്പോൾ മിന്നൽ പിണറുകൾ ഉണ്ടാകുന്നത് പോലെ തോന്നി. മേഘങ്ങളെ കാറ്റ് വന്ന് തകർക്കുന്നത് പോലെ കൗരവപ്പട തകർന്ന് യുദ്ധം ചെയ്ത് ഈ 5 മഹാരഥന്മാരും തളർന്നുപോയി. സൈന്യം നിരാശരായി, മനസ്സ് മടുത്ത് പല ഭാഗങ്ങളിലേക്ക് അവർ ചിതറി ഓടുകയും ചെയ്തു. ഒടുവിൽ പൊറുതികെട്ട് ഭീഷ്മർ തന്നെ യുദ്ധത്തിന് വന്നു. ഗിരി സൂര്യോദയേ യഥ, ഉദയസൂര്യൻ ഉദിച്ചു നിൽക്കുന്നതായ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ആ ഭീഷ്മര് ഉറക്കെ ശംഖനാദം ചെയ്തപ്പോൾ ദുര്യോധനാദികളായ ധൃതരാഷ്ട്രപുത്രന്മാർ സന്തോഷിച്ചു. ഭീഷ്മരുടെ ശംഖനാദം കേട്ടിട്ട് ആ ഭീഷ്മര് അർജുനന്റെ ധ്വജത്തിൽ 8 അമ്പകൾ എയ്തു. ആ ധ്വജത്തിലിരിക്കുന്ന ഹനുമാന്റെ ശരീരം വരെ മുറിവേറ്റു. മറ്റ് ഭൂതജാലങ്ങൾ അവിടെ ഇരുന്ന് ഗർജനം ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഭീഷ്മര് മുറിവേൽപ്പിക്കുകയാണ്. അർജുനൻ ഉടനെ ഭീഷ്മരുടെ ഛത്രം, അദ്ദേഹത്തിന്റെ ആ തേരിന്റെ കുട അദ്ദേഹം തകർത്തു കളഞ്ഞു. പിന്നീട് ധ്വജം, കുതിരകൾ, സാരഥി, അദ്ദേഹത്തിന്റെ തേര് രക്ഷിക്കുന്ന പാർശ്വഭാഗങ്ങളിൽ നിൽക്കുന്ന സൈനികരെയൊക്കെ തന്നെ അദ്ദേഹം കൊള്ളിച്ച് മുറിവേൽപ്പിച്ചു. പരസ്പരം അവർ ദിവ്യാസ്ത്രങ്ങൾ ഘോരമായ തുമുല യുദ്ധം, സങ്കീർണമായ യുദ്ധമുണ്ടായി. ഭീഷ്മരുടെ യുദ്ധ സാമർഥ്യം കണ്ട് കൗരവന്മാർ സാധു സാധു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. ബലവാൻ തരുണോ ദക്ഷ ക്ഷിപ്രകാരി ധനഞ്ജയ. അർജുനൻ ആരാണ്? ബലവാനാണ്, യുവാവാണ്, സമർത്ഥനാണ്, കരവേഗമുള്ളവനാണ്. കോന്യ സമർത്ഥ പാർത്ഥസ്യ വേഗം ധാരയിതും രണേ. ഭീഷ്മരല്ലാതെ അർജുനന്റെ രഥവേഗത്തെ, അർജുനന്റെ ഈ യുദ്ധ വേഗത്തെ, സാമർത്ഥ്യത്തെ നേരിടാൻ മറ്റാരാണുള്ളത് എന്ന് കൗരവന്മാർ വിളിച്ചു പറഞ്ഞു. അവർ പരസ്പരം പ്രാജാപത്യം എന്ന അസ്ത്രം, ഐന്ദ്രം, ആഗ്നേയം, രൗദ്രം, കൗബേരം, വാരുണം, വായവ്യം മുതലായിട്ടുള്ള യാമ്യം മുതലായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം തൊടുത്തു വിട്ടുകൊണ്ട് അവർ ഘോരമായി പോരാടി. ഭൂതജാലങ്ങൾ, ജീവജാലങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാധു പാർത്ഥ മഹാബാഹോ സാധു ഭീഷ്മേ ചാബ്രുവൻ. സാധു സാധു, ഹേ ഭീഷ്മ, ഹേ അർജുന, നിങ്ങളുടെ യുദ്ധം അതിഗംഭീരമാണ്, ഇനി അത് തുടരരുത് എന്നുള്ള സൂചനയാണ്. കാരണം ജീവജാലങ്ങൾക്ക് പോലും ഭയവും ആപത്തും ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചത്. ആ യുദ്ധത്തിൽ ഭീഷ്മരുടെ വില്ല് മുറിച്ചു കളഞ്ഞു. ഭീഷ്മർ മറ്റൊരു വില്ല് കയ്യിലെടുത്തു. ഭീഷ്മരുടെ രഥരക്ഷകരെ കൊല്ലപ്പെട്ടു. അർജുനൻ ചിറകുള്ള അസ്ത്രങ്ങൾ, ഹംസത്തിന്റെ തൂവല് ഘടിപ്പിച്ച അസ്ത്രങ്ങൾ ആകാശത്തിലൂടെ ഇങ്ങനെ പറത്തി വിടുമ്പോൾ ആകാശത്ത് ധാരാളമായിട്ട് ഇങ്ങനെ ഹംസങ്ങൾ പാറി നടക്കുന്നത് പോലെയുള്ള കാഴ്ചയായിരുന്നു. അത് കണ്ട് ഇന്ദ്രാദി ദേവന്മാർ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഈ അർജുനന്റെ കൈകൾ ചലിക്കുന്നത് കാണുന്നില്ലല്ലോ, ഇത്ര വേഗത്തിലാണ് അദ്ദേഹം അസ്ത്രങ്ങൾ ചെയ്യുന്നത്. ആ ഹംസരൂപത്തിലുള്ള ശരങ്ങൾ നോക്കൂ, ഇത്ര മനോഹരങ്ങളാണ് എന്ന് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് യുദ്ധം ചെയ്യുക, ചിട്ടയോടെ യുദ്ധം ചെയ്യുക, ശത്രുവിനെ മുറിവേൽപ്പിക്കുക, കൊല്ലാതെ വിടുക, ശത്രുവിൽ ദയ കാണിക്കുക, ഇതാണ് അർജുനന്റെ യുദ്ധരീതി. ഇന്ദ്രൻ 2 പേരിലും പുഷ്പവൃഷ്ടി നടത്തി. ഭീഷ്മർ അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത്, തൻ്റെ ഇടതുഭാഗത്തായിട്ട് അദ്ദേഹം കൂർത്ത ശരങ്ങൾ കൊള്ളിച്ചു അർജുനൻ. തിരിച്ച് അർജുനനും ഭീഷ്മർക്ക് നേരെ അദ്ദേഹത്തിനെ വില്ല് മുറിച്ചു കളഞ്ഞു. ഗാർധപത്രം ബാണം കൊണ്ട് 10 ബാണം ഭീഷ്മരുടെ നെഞ്ചിൽ തന്നെ കൊള്ളിച്ചു. ഭീഷ്മർ തളർന്ന് വിവശനായി തൻ്റെ രഥത്തിന്റെ 3-4 തൂണുകളുണ്ടല്ലോ, ആ ഒരു രഥകൂപരത്തിൽ പിടിച്ചുകൊണ്ട് വീഴാതെ നിൽക്കുകയാണ്. അർജുനന് ഭീഷ്മരെ കൊല്ലാൻ പറ്റുന്നൊരവസരമായിരുന്നു. സ്വച്ഛന്ദമൃത്യുവാണെങ്കിലും ശരശയ്യയിൽ വീഴ്ത്തിയതും അർജുനൻ തന്നെയാണ് കുരുക്ഷേത്രത്തിൽ. അപ്പോൾ അദ്ദേഹത്തെ വീഴ്ത്താമായിരുന്നു. പക്ഷേ അർജുനൻ അദ്ദേഹത്തെ പിന്നീട് അമ്പെയ്തില്ല. അദ്ദേഹത്തിന്റെ ഭീഷ്മരുടെ സാരഥി ജീവൻ രക്ഷിക്കാൻ വേണ്ടി രഥം പിന്തിരിപ്പിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഭീഷ്മരെ പലായനം ചെയ്തപ്പോൾ ദുര്യോധനൻ അർജുനന്റെ നേരെ വന്നു. അർജുനന്റെ നെറ്റിയിൽ ഒരു അമ്പ് കൊള്ളിച്ചു. രക്തം വാർന്നൊഴുകി അർജുനന്റെ നെറ്റിയിൽ നിന്നും. കൂടെ വികർണൻ, ആനപ്പുറത്ത് കയറി വികർണനും അർജുനനെ നേരിട്ടു. അർജുനൻ ആ വികർണന്റെ ആനയ്ക്ക് നേരെ ദിവ്യാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ആന തൻ്റെ ചുവടൊക്കെ തെറ്റി അവിടെ അടിതെറ്റി താഴെ വീണ് കിടക്കുന്ന വികർണൻ അവിടെ രക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വിവിംശതിയുടെ തേരിൽ ചാടി കയറി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. അർജുനൻ ദുര്യോധനന്റെ വക്ഷസ്സിൽ, മാറിടത്തിൽ തന്നെ അതിശക്തമായിരിക്കുന്ന അമ്പ് കൊള്ളിച്ചു. ആ അമ്പ് കൊണ്ട് രക്തം വമിച്ചുകൊണ്ട് ദുര്യോധനൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അർജുനൻ അദ്ദേഹത്തെ കൈകൊട്ടി വിളിക്കുകയാണ്. കൈകൊട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, ഹേ ദുര്യോധന, അങ്ങ് പുറംതിരിഞ്ഞ് ഓടുകയാണോ? യശസ്സും കീർത്തിയും ഒന്നും അങ്ങക്ക് ആവശ്യമില്ലേ? നീ പണ്ട് കള്ളച്ചൂത് കളിച്ച് രാജ്യഭ്രഷ്ടനാക്കിയ ജ്യേഷ്ഠപാണ്ഡവനായ ആ യുധിഷ്ഠിരന്റെ അനുജനായ തൃതീയ പാണ്ഡവന്മാരിൽ 3-ാമനായ അർജുനൻ ഇതാ
നിന്നെ നേരിടാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ എനിക്ക് മുഖം തരൂ, നീ എവിടെയാ ഓടിപ്പോകുന്നത്? മോഖം തവേദം ഭുവിനാമധേയം ദുര്യോധനേ തീഹ കൃതം പുരസ്താത് നഹീഹ ദുര്യോധനതാതവാസ്തി പലായമാനശരണം വിഹായ. നിനക്ക് ദുര്യോധന ആരാണ് ദുര്യോധനൻ എന്ന് പേരിട്ടത്? ദുര്യോധനൻ എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധത്തിൽ ജയിക്കാൻ ദുർഗമമാണ്, പ്രയാസമാണ്, ആരും നിന്നോട് എതിരിടുകയില്ല എന്ന അർത്ഥത്തിലാണ് ദുര്യോധനൻ എന്ന പേര് നിനക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നിന്റെ ദുര്യോധനത ഇപ്പോൾ എവിടെ? നിന്നെ ഇതാ ഞാൻ അനായാസം തോൽപ്പിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ യുദ്ധം വിട്ട് ജീവനം കൊണ്ട് ഓടിപ്പോവുകയാണ്. നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? നിന്നെ രക്ഷിക്കാൻ നിന്റെ മുന്നിലും ആരുമില്ല, പിന്നിലും ആരുമില്ല. അപേയുദ്ധാത് പുരുഷപ്രവീര പ്രാണാൻ പ്രിയാൻ പാണ്ഡവതോദ്യ രക്ഷ. നീ പാണ്ഡവനിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ജീവനം കൊണ്ട് ഓടിപ്പോയിക്കോളൂ, വേറെ രക്ഷയില്ല നിനക്ക് എന്ന് പറഞ്ഞു. അപമാനം സഹിക്കാതെ ദുര്യോധനൻ വിചാരിച്ചു ഇനി യുദ്ധത്തിന് രക്ഷപ്പെടുകയല്ല, അർജുനന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് കുറച്ചുകൂടി നന്നാവുക എന്ന് കരുതിയിട്ട് തിരിച്ച് അപമാനിതനായ ദുര്യോധനൻ രഥത്തെ തിരിച്ച് വീണ്ടും വരികയും അപ്പോൾ ദുര്യോധനനെ സഹായിക്കാൻ വേണ്ടി കർണൻ ഇടതുഭാഗത്തു കൂടി കർണൻ വന്നിട്ട് പറഞ്ഞു, മോനെ ദുര്യോധന, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ചേർന്ന് അർജുനനെ നേരിട്ടു. അപ്പോഴേക്കും ഭീഷ്മരും തയ്യാറായിട്ട് വന്നു. ഭീഷ്മര്, ദ്രോണര്, കൃപര്, വിവിംശതി, ദുശാസനൻ എന്നീ 6 പേര് ഒരുമിച്ച് ചേർന്ന് അർജുനനെ നേരിടുകയാണ്. അർജുനൻ അവരോട് തോൽക്കുമോ? അർജുനൻ ആ യുദ്ധത്തിൽ കാണിച്ച അതീവ സാഹസികമായ ആ യുദ്ധവീര്യത്തെ ഒന്നുകൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.